ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 4-ാം അധ്യായത്തിൽ ദേവാലയത്തിൻ്റെ നിർമ്മാണങ്ങളൊക്കെ കഴിഞ്ഞ് 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ആ ദേവാലയ നിർമ്മാണം കഴിഞ്ഞ് അധികം വന്ന പൊന്നും വെള്ളിയും ഉപകരണങ്ങളൊക്കെ അദ്ദേഹം ആലയത്തിലെ ഒരു ഭണ്ഡാരത്തിൽ ശലോമോൻ സൂക്ഷിക്കുകയാണ്. അതിനുശേഷം ദൈവത്തിൻ്റെ പേടകം യെരുശലേം ദേവാലയത്തിലേക്ക് അതിൻ്റെ ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതായ കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അത് കൊണ്ടുവന്ന ആ സമയം പറയുന്നു 7-ാം മാസത്തിലെ പെരുന്നാളിന്. 7-ാം മാസത്തിലെ പെരുന്നാളായി വായിക്കുന്നത് ഇതിനു മുൻപ് നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് കൂടാര പെരുന്നാളിൻ്റെ ദിവസമാണ്. കൂടാര പെരുന്നാളിനാണ് അവർ ഈ പേടകം കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുന്നത്. പിന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ 3 പെരുന്നാളുകൾ പ്രധാനമായിട്ട് അവർ ആചരിച്ചു. ഒന്ന് അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചതിനെ ഓർത്തുകൊണ്ടുള്ള പെസഹ പെരുന്നാൾ, സീനായി ഉടമ്പടിയെ മോശയ്ക്ക് 10 കൽപ്പന കൊടുത്തതിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പെന്തിക്കോസ്തി പെരുന്നാൾ, പിന്നൊന്ന് പ്രധാനപ്പെട്ട പെരുന്നാളായിരുന്നു കൂടാര പെരുന്നാൾ. ഈ കൂടാരത്തിലാണ് അവർ മരുഭൂമിയിലെ പിതാക്കന്മാർ താമസിച്ചിരുന്നത്. ആ കൂടാരം സമാഗമന കൂടാരത്തിന് മുകളിലാണ് ദൈവത്തിൻ്റെ തേജസ് വന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനെല്ലാം അനുസ്മരിച്ചുകൊണ്ട് അവർ നടത്തിയതായ കൂടാര പെരുന്നാളിൻ്റെ ആ ദിവസം, യഹോവയായ ദൈവം അവർ കൽപ്പിച്ചു കൊടുത്ത ആ പെരുന്നാളിൻ്റെ ദിവസം പുതിയ ദേവാലയത്തിൽ അവർ ഈ യഹോവയുടെ പേടകം കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുകയാണ്. പേടകം വരുന്നതായ സമയത്ത് ശലോമോനും ഇസ്രായേൽ ജനം മുഴുവനും അതിനു മുന്നേ യാഗാദി കർമ്മങ്ങളെ അർപ്പിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. യാഗം അർപ്പിക്കുക എന്നുള്ളത് അവനവനെ തന്നെയുള്ള സമർപ്പണമാണ്. അവരവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിൻ്റെ പ്രതീകമായിട്ടാണ് യാഗാദി കർമ്മങ്ങൾ നടത്തി വന്നത്. പുതിയ നിയമത്തിൽ എന്താണ് യഥാർത്ഥ യാഗമെന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ശരീരങ്ങളെ തന്നെ ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുവിനെന്നാണ്. പുതിയ നിയമത്തിൽ നമ്മൾ യാഗമായി അർപ്പിക്കുന്നത് നമ്മുടെ ആത്മശരീര ദേഹികളെ, ശരീരത്തെ, ആത്മാവിനെയും മനസ്സിനെയെല്ലാം നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് യഥാർത്ഥമായ സമർപ്പണം, യഥാർത്ഥമായ യാഗം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് ബാക്കി എന്ത് നമ്മൾ ദേവാലയത്തിൽ നൽകിയാലും എന്നെ സമർപ്പിച്ചതിൻ്റെ പ്രതീകമാണത്. 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അത് വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്നു. കെരൂബുകളെ ചിറക് വിടർത്തി നിൽക്കുന്ന ആ വിശുദ്ധ സ്ഥലത്തിൻ്റെ നടുവിൽ, ആ അതിവിശുദ്ധ സ്ഥലത്ത് ഈ പേടകം കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ്. മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് കൊടുത്തതായ കൽപ്പനകൾ അതിലുണ്ടായിരുന്നുവെന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഇനി 11 മുതൽ 14 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. എല്ലാ പുരോഹിതന്മാരും ലേവ്യരും കൂടിയാണ് ഇത് കൊണ്ടുവന്നത്. അവർക്ക് മാത്രമേ ഈ പേടകത്തെ തൊടാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. അത് സ്ഥാപിച്ചതിന് ശേഷം അവരെ ഒന്നായിട്ട് നിന്നുകൊണ്ട് ദൈവത്തിന് സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ പാടി സ്തുതിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ദിനവൃത്താന്തകാരൻ സംഗീതത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ്. ഇതിനു മുമ്പുള്ള 1-ാം പുസ്തകത്തിലൊക്കെ നമ്മളിത് കാണുകയുണ്ടായി. അത് വീണ്ടും അവരെ ഓർമ്മപ്പെടുത്തുന്നു. യഹോവയ്ക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് യാഗാദി കർമ്മങ്ങളെ അർപ്പിച്ചുകൊണ്ട് സങ്കീർത്തനങ്ങൾ ആരംഭിച്ച് ദൈവത്തെ അവർ പാടി മഹത്വപ്പെടുത്തി വലിയ സന്തോഷം അവരോട് പങ്കുവയ്ക്കുന്നതായി നമ്മളിവിടെ കാണുന്നുണ്ട്. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, ദേവാലയത്തിൽ കർത്താവിൻ്റെ തേജസ് വന്ന് നിറഞ്ഞതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല. അത്രമാത്രം ദൈവത്തിൻ്റെ തേജസ് വന്നവിടെ മൂടിയെന്നുള്ളതാണ്. വിശുദ്ധ ബൈബിളിൽ നമുക്കറിയാം, തേജസ്, മേഘം, ധൂപം ഇതൊക്കെ ദൈവത്തിൻ്റെ ദിവ്യമായ സാമീപ്യത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ഒരു മേഘം വന്ന് സമാഗമന കൂടാരം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ തന്നെ
മോശെ അത് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ മേഘം വന്നതിനെ മൂടിയതായിട്ട് ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ. ഇതിൽ പറഞ്ഞ ആ മേഘം കൊണ്ട് മോശയ്ക്ക് സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കാൻ പോലും കഴിഞ്ഞില്ല. അത്രമാത്രം ഈ മേഘം ദൈവിക തേജസ് കൊണ്ട് സമാഗമന കൂടാരത്തെ മൂടിക്കഴിഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇനിയും എന്നിട്ട് കർത്താവിൻ്റെ മഹത്വം ആ കൂടാരത്തിൽ നിറഞ്ഞു നിന്നുവെന്നും ആ മേഘം ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര ഇത് തുടരുന്നത്. മേഘം എവിടെ നിൽക്കുന്നുവോ അവരവിടെ കൂടാരമടിക്കും. മേഘം നീങ്ങുമ്പോൾ മാത്രമേ അവരവിടെ നിന്ന് പോവുകയുള്ളൂ. മേഘത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ അരുളപ്പാടും അറിയിപ്പുകളും അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇത് പകൽ മുഴുവൻ ആ സമാഗമന കൂടാരത്തെ മേഘസ്തംഭം വന്ന് മൂടി നിൽക്കും. രാത്രിയാകുമ്പോൾ അഗ്നിസ്തംഭം വരും, അവർക്ക് വെളിച്ചം നൽകുവാൻ തക്കവണ്ണം. പകല് മറ്റ് ചൂടൊന്നുമില്ലാതെ സൂര്യൻ്റെ ആഘാതമില്ലാതെ തന്നെ മേഘം അവരെ കാത്ത് സംരക്ഷിക്കും. ദൈവത്തിൻ്റെ സംരക്ഷണം അത്രമാത്രം ഈ 40 വർഷം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ അവർ അനുഭവിച്ചവരാണ്. അവിടെ ഉണ്ടായ അതേപോലെ തന്നെ ഇവിടെയും ഈ സമാഗമന കൂടാരത്തിൽ ആ തേജസ് വന്ന് നിറഞ്ഞതുപോലെ തന്നെ യെരുശലേം ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ഈ പേടകം സ്ഥാപിച്ചപ്പോൾ അവിടെ മുഴുവൻ ഈ തേജസ് കൊണ്ട് വന്ന് മൂടിയതുകൊണ്ട് പുരോഹിതന്മാർക്ക് യാഗാദി കർമ്മങ്ങളെ പോലും ചെയ്യാൻ പറ്റാത്ത വിധം ആ ദൈവിക തേജസ് കൊണ്ട് അവിടെ നിറഞ്ഞുവെന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-10 അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിലും അവിടെയും വാഗ്ദാന പേടകം സ്ഥാപിച്ചപ്പോൾ തേജസ് നിറഞ്ഞതായതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ പുരോഹിതന്മാർക്ക് അതുകൊണ്ട് പിന്നെ യാഗാദി കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലാണ്. എഗസ്കേൽ പ്രവചനം 10 അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എഗസ്കേൽ പ്രവാചനം ഉണ്ടാകുന്ന ദർശനത്തിലും ദൈവത്തിൻ്റെ മേഘം വന്ന് കൂടാരത്തിൽ നിറയുന്നതായി അദ്ദേഹം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 17 അധ്യായം 5 വാക്യം കർത്താവിൻ്റെ തേജസ്കരണം താബോർ മലയിൽ പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവിടെയും യേശു തമ്പുരാൻ മറ്റ് മോശയോടും ഏലിയാവോടൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് നമ്മൾ വായിക്കുന്നത് അപ്പോൾ വലിയ തേജസ് അവരുടെ ഭൂമിയിൽ ആർക്കും ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ സാധിക്കാത്ത വിധം അവരുടെ വസ്ത്രം വെളുത്തുവെന്നാണ്. അത്രമാത്രം ദൈവികമായ തേജസ് അവിടെ നിറയപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് വെളിച്ചം ദൈവമെന്ന് പറയുന്നത്, തേജസ് ദൈവമെന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് ആ ദൈവികമായ തേജസ്സിനാൽ അവിടെ ചുറ്റപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 1 അധ്യായം 9 വാക്യം നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തുടനെ ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു കളഞ്ഞുവെന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നത് ഈ വലിയ ഈ മേഘത്തിൻ്റെ തേജസ്സിൻ്റെ അനുഭവം നമുക്കുണ്ടാകും. അതിന് നമ്മൾ അതാണ് ഓറ അഥവാ വലിയൊരു പോസിറ്റീവ് എനർജി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ പോസിറ്റീവ് എനർജി നമ്മുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് അനുഭവിക്കാൻ സാധിച്ചതുപോലെ നമ്മുടെ ആരാധനയിൽ ദൈവികമായ തേജസ് ഉണ്ടാകണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ നമ്മൾ ആരാധിക്കണം. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം അവിടെ ദൈവസന്നിധിയിലായിരിക്കണം. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി നിങ്ങൾ അർപ്പിക്കുവിൻ. ആത്മശരീര മനസ്സുകളാം എന്നോട് തിരുമുൽ കാഴ്ചകളെ താതസ്വദാശ്വാസപ്രദനെ അൻപോട് കൈക്കൊണ്ടിടണമേ എന്ന് പാടുന്നത് കൊണ്ട് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു പൂർണ്ണ സമർപ്പണത്തിന് ഈ വേദഭാഗങ്ങളൊക്കെ നമ്മെ സഹായിക്കണം. ഇന്ന് പുതിയ നിയമത്തിൽ ഞാൻ പറഞ്ഞു, ഇവിടെ മന്ദിരം നമ്മുടെ ശരീരവും അകത്തെ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയവുമാണ്. അപ്രകാരം ദൈവത്തിന് പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്നതായ തേജസ്സിലൂടെ മറ്റുള്ളവർക്ക് അത് പകർന്നു നൽകുവാൻ ഞങ്ങൾക്കിടയാകണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിന് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.